എന്തായാലും ഒന്ന് തുടരുക. ആർ വി ബാബു ഹിന്ദു ഐക്യവേദി നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ആർ വി ബാബു, തങ്ങൾ ഒരിക്കലും മതപരിവർത്തനത്തിന് ശ്രമിച്ചില്ല. ഈ ക്രൈസ്തവ മിഷണറിമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള, അവരെ മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ നീക്കം നാളുകളായുണ്ട്, അതിപ്പോഴും തുടരുന്നു. അത് ബോധപൂർവമായി ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നടക്കുന്നു എന്നതാണ് കത്തോലിക്ക സഭ അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപം. അല്ല, ഈ തരത്തിൽ മതപരിവർത്തനം ആസൂത്രിതമായി നടക്കുന്നു, പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും നടക്കുന്നു എന്നതിന്റെ പേരിലാണ് ഈ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മുഖവിലെടുക്കാൻ സാധ്യമല്ല. അതിന്റെ കാരണം ക്രൈസ്തവ സഭയുടെ ഏറ്റവും ജന്മദൗത്യം തന്നെ ഈ ഇവാഞ്ചലൈസേഷനാണ്. അവർ വളരെ വ്യക്തമായിട്ട് അത് പലയിടങ്ങളിലുമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുക എന്ന ഒരു ദൗത്യം, മിഷണറി ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ക്രൈസ്തവ സഭ. അപ്പൊ ആ നിലയിൽ ഈ രാജ്യത്ത് ഹിന്ദുക്കൾ വളരെ ലൂസ് സ്ട്രക്ചറോടുകൂടി മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ഹൈന്ദവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മതപരിവർത്തനം മുഴുവൻ നടത്തുന്നത്. അത് വ്യാപകമായിട്ട് അത്തരം മതപരിവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ആ അവകാശവാദം തെറ്റാണ്. വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്തെമ്പാടും മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, ദക്ഷിണേന്ത്യയിൽ അത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല സന്ദർഭങ്ങളിലും ഇവിടെ ക്രൈസ്തവ സഭ ഈ പറയുന്ന പാതിരിമാരെ, നൺസിനെ അറസ്റ്റ് ചെയ്ത്, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് ബഹളം വയ്ക്കുന്നു. 2021 അവിടെ കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോഴല്ലേ 4 പ്രീസ്റ്റുകളെ അറസ്റ്റ് ചെയ്തത്? എവിടെയായിരുന്നു ക്രൈസ്തവ സഭ ആ സമയത്ത്? എന്തായിരുന്നു അവരുടെ പ്രതിഷേധം? എന്തിനായിരുന്നു 2021 അവർ അറസ്റ്റ് ചെയ്തത്? ട്രാഫിക്കിങ്ങിന്റെ പേരിലാണ്. ഇല്ലീഗൽ ട്രാഫിക്കിംഗ് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ക്രൈസ്തവ സഭയെ 4 പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്ത വാർത്ത നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടും. അല്ല, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിലെ BJP നേതൃത്വം, പക്ഷേ നിങ്ങൾ ഓർക്കൂ, എത്ര ഇവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന എത്ര കണ്ട് ശക്തമായിട്ടാണ്. ഒരിക്കലും അവിടെ മതപരിവർത്തനത്തിന് ശ്രമം നടന്നിട്ടില്ലെന്ന് കേരളത്തിലെ BJP അടക്കം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദിക്ക് ഒരു വ്യത്യസ്ത നിലപാട് എടുക്കാൻ കഴിയുക? അതോ നിങ്ങൾക്ക് BJPയുടെ നിലപാടല്ല ഇക്കാര്യത്തിൽ എന്ന് തന്നെയാണോ? പല കാര്യങ്ങളിലും BJP നിലപാടുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതല്ലല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഹിന്ദു ഐക്യവേദി വ്യത്യസ്തമായ ഒരു സംഘടനയാണ്, വ്യത്യസ്തമായ NDTയോട് കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. BJPയുടെ നിലപാട് അങ്ങനെ തന്നെ എല്ലാം ഹിന്ദു ഐക്യവേദി സബ്സ്ക്രൈബ് ചെയ്യുന്നെന്ന് ആരും വിചാരിക്കണ്ട. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താണ്? ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ഈ വിഷയത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകൾ അവിടുത്തെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടുത്തെ നിയമം അനുസരിച്ച് വിചാരണ നേരിടുകയും ചെയ്യണം. അതിലവർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർ നിരപരാധികളാണ്, അവരെ വിടണം. അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കേസന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ ഈ ആരെയും കുറ്റവിമുക്തരാക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ നിലപാടാണ് ഇവിടെ സ്വീകാര്യമായിട്ടുള്ളത്. ആ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അവിടെ എന്താണ്? അവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമുണ്ട്. 2013 പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം അവിടെ ഉണ്ട്. അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണത്. അപ്പോൾ ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കേസാണോ ഇത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അന്വേഷണത്തിൽ തെളിയിട്ടെ അതിനനുസരിച്ച് കന്യാസ്ത്രീകൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ അതിലുണ്ടായില്ലോ. ആ കുട്ടികളുടെ കയ്യിൽ വല്ല രേഖകളും ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഒരിക്കൽ കൂടി താങ്കൾ പറഞ്ഞാൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്ന് ഇപ്പം നമുക്കറിയാം BJP ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. അവരവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ, അനൂപ് ആന്റണി ആവട്ടെ, അവർ കന്യാസ്ത്രീകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നീട് എങ്ങനെ ഇത്തരമൊരു നിലപാട് ദേശീയ തലത്തിൽ BJPക്ക് സ്വീകരിക്കാൻ കഴിയും? ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ? അവിടുത്തെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിൽ ഇവിടുത്തെ BJP മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വലിയ തോതിൽ ബഹളം ഉണ്ടാകും. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? അവിടെ ഇല്ലേ പ്രതിപക്ഷം? കോൺഗ്രസ് ഇല്ലേ? അവിടെ മറ്റു പ്രതിപക്ഷ കക്ഷികളില്ലേ? അവരെന്താണ് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത്? അവിടെ ഈ പ്രശ്നം നമ്മൾ ഈ കേരളത്തിന്റെ കാര്യം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അകറ്റണം, അല്ലെങ്കിൽ BJPക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കിട്ടുന്ന സ്വാധീനം തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ആസൂത്രിതമായി ശ്രമിക്കുന്ന പ്രചരണങ്ങൾ ഉണ്ടാവാം. പ്രശ്നം എന്താ? ഛത്തീസ്ഗഡിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഛത്തീസ്ഗഡിന്റെ സാഹചര്യത്തിൽ ഈ വിഷയത്തെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ
എന്തുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ മൗനം നടിക്കുന്നത്? എന്തുകൊണ്ടാണ്? അല്ല അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള വ്യാപകമായ കാര്യങ്ങൾ നടക്കുന്നു. അല്ല അവിടെ ഈ പറയുന്ന പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, ട്രാഫിക്കിംഗ് നടത്തുന്നു. അതിന്റെ ഈ നിയമം തന്നെ വരാൻ കാരണം എന്താണ്? 2013 എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു നിയമമില്ല, ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം എന്താണ്? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് കുറച്ച് വോട്ട് അല്ലെങ്കിൽ കുറച്ച് വ്യക്തി താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യം, അതിനുവേണ്ടി മൊത്തം ഇഷ്യൂസിനെ കമ്മ്യൂണലൈസ് ചെയ്യുക, മൊത്തം ഇഷ്യൂസിനെ വർഗീയ വിഭജനത്തിലേക്ക് കൊണ്ടുപോവുക. ശരി, ദയവായി ആർ.വി. ബാബു ഒന്ന് തുടരുക. അനൂപ് ആന്റണി ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി തന്നെ നമുക്കൊപ്പമുണ്ട്. ശ്രീ അനൂപ് ആന്റണി, താങ്കൾ അടക്കമുള്ളവർ അവിടെ നേരിട്ട് പോയതാണ്, പക്ഷെ നിങ്ങൾ സത്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. അവിടെ മത പരിവർത്തനത്തിന് ശ്രമം തന്നെയാണ് നടത്തിയത്, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ, അതിനു മുമ്പ് നിങ്ങൾ എന്തിന് അവരെ ന്യായവൽക്കരിക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇല്ല, ഞാനിവിടെ വന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ വിഷയത്തില് ഇവിടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സപ്പോർട്ടിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിയമസഹായം ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നിയമസഹായം കൊടുക്കാനും വേണ്ടിയിട്ട്. മറ്റു വിഷയങ്ങളിലേക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇന്നിപ്പം ഇവിടെ ബെയിലിൽ മൂവ് ചെയ്തിരിക്കുകയാണ്, ബെയിലിന് വേണ്ടി. അല്ല അനൂപ്, പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണല്ലോ. താങ്കൾ ഒരു വിഷയത്തിൽ ഇടങ്ങുന്നു, അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം ഒരു വിഷയത്തിൽ ഇടപെടുന്നു. അപ്പോൾ ആ വിഷയത്തിൽ അവര്, ആ ബാധിതമായിരിക്കുന്ന ആൾക്കാർ സത്യസന്ധരാണോ അല്ലയോ എന്നതിലൊരു നിലപാട് പറയേണ്ടതില്ലേ? നിങ്ങൾ അവർ മനുഷ്യക്കടത്തിനോ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനോ ശ്രമിച്ചിട്ടില്ല എന്ന നിലപാട് തന്നെയല്ലേ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഇക്കാര്യത്തിൽ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും ഹോം മിനിസ്റ്ററെ കണ്ടപ്പോഴും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കണമെന്ന് അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഈ അന്വേഷണം നടന്നു കഴിയുമ്പോൾ, കാരണം ശരിയാണ്, ഇതിനകത്ത് ഒത്തിരി ദുരൂഹതകളുണ്ട്. കാരണം ഈ കുട്ടികൾ വരുന്നത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ റായ്പൂരിൽ നിന്നോ ദുർഗിൽ നിന്നോ വളരെ ദൂരെ ഛത്തീസ്ഗഡിന്റെ ഏറ്റവും നക്സൽ ഒരു എന്താ പറയുന്നത് കേന്ദ്രമായ ഒരു സ്ഥലവും, അവിടെ നിരവധി ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൺവേർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ബെൽറ്റിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടികൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഹോം മിനിസ്റ്ററിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു റെസ്പോൺസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ റിപ്പോർട്ടും അവരുടെ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തത വരുന്നത് വരെയും എന്തായാലും ബാക്കി ലീഗൽ പ്രോസസ് അതിന്റെ വഴിക്ക് നടക്കുകയും ആ ഇൻവെസ്റ്റിഗേഷനും ആ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് ചിത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ളതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല എല്ലാ കാര്യങ്ങളും. ഇവിടെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ മതവിശ്വാസം പോലും ഇവിടെ ഒരു ഗ്രേ ഏരിയ ആണ്. ഒരു കുടുംബത്തിൽ തന്നെ പല മതവിശ്വാസമുള്ള ആളുകളുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് പോലെ അവർ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടാണോ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, ഒന്നും ഇവിടെ ഒരു ഗ്രേ ഏരിയ ആണ് ഇവിടെ ഛത്തീസ്ഗഡിലെ പല മേഖലകളും. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ നക്സലൈറ്റുകളുടെ സ്വാധീനമുള്ള അനൂപ്, ഒന്ന് ദയവായി ഞാൻ ഇടപെടുകയാണ്. ഞാൻ നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഒത്തിരി ഡൈവേർട്ട് ചെയ്തു പോവുകയാണ്. കേരളത്തിൽ നിന്നും അടക്കമുള്ള മലയാളികൾ അടക്കമുള്ള കന്യാസ്ത്രീകൾ പെട്ടെന്ന് ഒരു ഫോണിൽ വന്നതാണ്. അനൂപ് ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം. മാത്രമല്ല, എനിക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോ ദുർഗ് കോടതിയുടെ ഭാഗത്താണ് ഉള്ളത്. മനസ്സിലാവുന്നു. ഒരു ചോദ്യം കൂടി അനൂപ്, ഒരു ചോദ്യം കൂടി വേഗത്തിൽ. അതായത് മലയാളികളടക്കമുള്ള കന്യാസ്ത്രീകളാണ് ഇപ്പോൾ ജാമ്യം കിട്ടാതെ ജയിലിലുള്ളത്. അവർ മതപരിവർത്തനം നടത്തിയോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവരെ ന്യായീകരിക്കാൻ ഇപ്പോൾ നിങ്ങൾ രംഗത്ത് വരുന്നില്ല. അങ്ങനെയാണോ നിങ്ങളുടെ നിലപാട്? ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള എന്റെ നിലപാട് ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ആ വിഷയത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ അടുത്ത്, ഈ വിഷയത്തിൽ ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തും. അന്വേഷണം കണ്ടെത്തിയിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഇവരുടെ ബെയിലും ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും തമ്മിൽ എന്താ പറയുന്നത്, രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വരുമല്ലോ, അന്നേരം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ അന്വേഷിക്കട്ടെ. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വളരെ വിശദമായ അന്വേഷണം നടത്തും. അവർ ഏത് രീതിയിലുള്ള അന്വേഷിക്കാനും അതിന് എന്ത് പിന്തുണ കൊടുക്കാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. ആ അന്വേഷണം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വരട്ടെ. അത് നമുക്കാക്കാം. അതായത് സംസ്ഥാന ബി.ജെ.പി നേതൃത്വം മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നാണ് താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പറഞ്ഞിട്ടൊന്നുമില്ല. അത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ റെസ്പോൺസ് ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞത് അതല്ല, കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ ആ തരത്തിൽ അവരെ ന്യായീകരിക്കുന്നില്ല.